മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു, ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു, ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. പുതുമണ്ണിൽ സ്വപ്നം പുൽക്കൊടികളായുണരും, അവ പിന്നെ പൂക്കളങ്ങളാകും, വളർന്നേറും വനമാകും, വളർന്നേറും വനമാകും. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. അലകടത്തിര വർഷമതം കൊണ്ടു വളർന്നു, അടിത്തട്ടിൽ പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. അലകടൽ തിരവർഷമതം കൊണ്ടു വളർന്നു, അടിത്തട്ടിൽ പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. പരിരംഭണത്തിൻ്റെ രതിഭാവമെന്നും പകരുമി സാഗരത്തിൻ ഗാനം, നിത്യഗാനം മർത്യദാനം, നിത്യഗാനം മർത്യദാനം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. നമ്മുടെ
ഗസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ആദരണീയരായ 2 ഗുരുക്കന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ വെങ്കടായലു സാർ, രണ്ടാമത് ഞങ്ങളുടെ മത്തായി സാർ. ഞങ്ങളുടെ ആദരപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങളുടെ വേദിയിലേക്ക് ഇരിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് നമ്മുടെ CA ജോസഫ് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. തുഷാരഹാരധവളാ യാ ശുഭ്ര വസ്ത്രാവൃതാ യാ വീണാ വരദണ്ഡമണ്ഡിതകരാ യാ ശ്വേത പദ്മാസനാ या ब्रह्माच्युत शंकर प्रभृतिभिः देवैः सदा वन्दिता सा मा पातु सरस्वती भगवती निशेष പ്രിയ അധ്യാപകരെ, അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, പൂർവ്വകാല സൗഭാഗ്യങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടി 7 ഭൂഖണ്ഡത്തിൽ നിന്നും നമ്മളിവിടെ എല്ലാം ഒത്തുകൂടിയിരിക്കുന്ന ഈ മഹനീയമായ ചടങ്ങിന് സ്വാഗതാശംസിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിയങ്കരനായ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച അധ്യാപകർ, നമ്മുടെ പ്രിയങ്കരായ 2 ഗുരുനാഥന്മാരിവിടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരവും വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഇതിനുവേണ്ടി ഇതിങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും വീരേന്ദ്രകുമാറും ജോസഫ് CAയും ശശികുമാറും ഉദയനും എല്ലാവരും, ഞാനൊക്കെ ദൂരെ നിന്ന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫിസിക്കലായിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കുര്യനും കേന്ദ്രകുമാറും ജോസഫും ഒക്കെയാണ്. ഇവർക്ക് പ്രത്യേകം ഞാൻ ഇവരെ പ്രത്യേക ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഏറ്റവും സന്തോഷകരമായ കാര്യം, നമുക്ക് ഏറ്റവും അധികം ഹൃദയം നിറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ സാമീപ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വളരെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം മൈസൂരിൽ നിന്ന് യാത്ര ചെയ്തോടെ വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ശാരീരിക വിഷമതകളും അതെല്ലാം അതൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹം വന്നു. അപ്പോൾ ഈ ഒരു ഗെറ്റുഗതറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജം അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്നുകൂടി ഞാൻ വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സതീർത്ഥന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ വെങ്കടാചലൻ സാറിനെ ബഹുമാനത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്ക് വേണ്ടി ക്ഷണിച്ചോളൂ സാർ, പ്ലീസ്. ഇന്ന് ഏറ്റവും അധികം ആകർഷിച്ചത് ബാലകൃഷ്ണൻ എന്ന കാര്യമാണ്. രാവിലെ വന്നപ്പോൾ തന്നെ 11 സ്ഥലങ്ങളാണ് ഉദ്ദേശിച്ചാണ് വന്നത്. ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ബാലനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബാലൻ ആലപ്പുഴ വന്നപ്പോഴേക്ക് കോളേജ് പോളിടെക്നിക്കിൽ വന്ന് എന്നെ കണ്ടേച്ചു പോയി. കോട്ടയ്ക്ക് ഒരു കാർ കൊണ്ടിട്ടുണ്ട്. അടുത്ത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പഴയ സ്റ്റുഡൻറ്റ് വന്നിട്ട് ഇങ്ങോട്ട് നടന്നു വരാൻ നിർത്തിയില്ല, ബുദ്ധിമുട്ടുണ്ട്, സാറിനെ ഇങ്ങോട്ട് വരാൻ പറയുന്നത് പറഞ്ഞ് അവളെ വണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു. ഞാനാ സാറേ കൊണ്ടുവന്നത്. കാര്യം അപ്പൊ ഈ
നമ്മുടെ വാട്സാപ്പിൽ ബാലൻ വന്നെന്ന് കണ്ടുപിടിക്കും തീർച്ചയായിട്ടും ബാലനെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഞാനിവിടെ വരാനുള്ള പ്രധാന മോട്ടിവേഷൻ ബാലനാണ്. പിന്നെ പഴയ സുഹൃത്തുക്കളെ എനിക്ക് സുഹൃത്തുക്കളുടെ വാക്കിന് ഇപ്പൊ ഉപയോഗിക്കണം. ടി എൽ ചാക്കോ പിന്നെ ഫസ്റ്റ് റാങ്കിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ടി എൽ ചാക്കോ ശിവകുമാറും അവസാനം നമ്മൾ ഈ ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്ന അവസാനം ചാക്കോ മുന്നിലെത്തി. പിന്നെ എവർഗ്രീനായിരിക്കുന്നത് ഉമ്മൻ, ചെറിയാന്, ചേർത്തല പൊളി വർക്ക് ചെയ്ത് ഉദയകുമാർ, പിന്നെ വളരെ ആൾക്കാരെ അടുത്തടുത്ത് ബന്ധപ്പെട്ട് പുറത്തുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വളരെ ഹാർദമായ അന്വേഷണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുപോലത്തെ ചടങ്ങുകൾ ഇനിയും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഈ നമ്മുടെ വാട്സപ്പിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പേര് കിട്ടിയത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, പല ആൾക്കാരും അവരുടെ മക്കളൊക്കെ വളരെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഒരാൾ ഡോക്ടറേറ്റ് ചെയ്ത് ഉദയൻ്റെ മകൻ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും കുട്ടികൾ വളരെ നല്ല നിലയിൽ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ പേരൻസിനാണ്. എല്ലാവർക്കും നല്ല നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം 2 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്തുന്നതാണ്. നമ്മള് ഈ ഗുരുക്കന്മാര് ഉള്ള ഈ വേദിയില് നമുക്ക് കാർമൽ എന്താണ് തന്നെന്നുള്ള വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം അറിവിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള അധ്യാപകരെല്ലാം നമ്മളെ പഠിപ്പിച്ചത്, അറിവില് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളവരെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. കാരണം ഒരു എക്സാമ്പിള് ഞാൻ പറയാം. ക്ലാസ്സിൽ പഠിപ്പിച്ചു, രചന എഴുതാൻ, ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിച്ചു, നല്ല സുഹൃത്തിനെ കുറിച്ച് പഠിപ്പിച്ചു. നല്ല സുഹൃത്തിനെ കുറിച്ച് പഠിപ്പിച്ചു. 10-20 സുഹൃത്തുക്കളുണ്ട്. അതിൽ 5 സുഹൃത്തിനെ എനിക്ക് ഇഷ്ടമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ സുരേഷാണ്. ആ സുഹൃത്തിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചു. അപ്പൊ പയ്യൻ ചോദിച്ചു, ടീച്ചറെ ഇത് എന്തുവാണ്, അച്ഛനെ കുറിച്ചാണല്ലോ എഴുതാൻ ചോദിച്ചിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഫ്രണ്ടിനെ കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാന്ന് പറഞ്ഞു. നീ അങ്ങ് എനിക്ക് 10 രൂപ അച്ഛന്മാരുണ്ട്, ഒരിക്കലും ഈ നിലയിൽ എത്താൻ പറ്റത്തില്ലായിരുന്നു. പാറശാല തൊട്ട് കാസർഗോഡ് വരെ അധ്യാപകനായി ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോഴും കൂടുതലും പ്രിൻസിപ്പലായിട്ട് വനിതാ ഐ.ടിയിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ എന്റെ പഴയ കാലങ്ങളെല്ലാം ഓർക്കും. പ്രക്ഷുബ്ധമായ ചില പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും ഈ ജനാർദ്ദനും MG സ്വാമിനെ എല്ലാം ഉമ്മച്ചനും ഞങ്ങളെല്ലാം ഞങ്ങള് എതിർപ്പില്ലാത്ത 2 പ്രസിഡന്റും സെക്രട്ടറിയായിരുന്നു. സാൻഗോസ്റ്റ് ഞാൻ മെക്കാനിക്കലില് ഈ ചില സാഹിത്യ റിപ്പോർട്ട് ചെയ്യുന്നവരെത്തി ശരണമന്ത്രങ്ങൾ നാട് നോക്കുന്ന വൃതശക്തിയുടെ വൃശ്ചിക മാസത്തില് അയ്യപ്പ ഭക്തന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി കരുതകളെത്തി. പിന്തുണയ്ക്കും. സർവീസിനെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും നാട്ടുകാരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റ് വിശിഷ്ട വ്യക്തികളെ, എന്റെ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു അനുസ്മരണത്തിന് വേണ്ടിയിട്ടാണ്. ബാലൻ സാറിന്റെ പേരായിരിക്കും. കാരണം നമ്മളുടെ 80 ബാച്ചിലൊക്കെ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾക്കറിയാവുന്നതും, അല്ലെങ്കിൽ കാർമൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ഒരു വാക്ക് ബാലൻ സാറിന്റെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഒരു അലുമിനി അസോസിയേഷന്റെ ഒരു ചാപ്റ്റർ സ്ഥാപിക്കുകയുണ്ടായി. മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും ബാലൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലൻ സാറ് ഓരോ പ്രാവശ്യം മീറ്റിംഗ് കൂടുമ്പോഴും നമ്മളോട് പറയുമായിരുന്നു, നിങ്ങളൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങളുടെയൊക്കെ പൊട്ടൻഷ്യലൊക്കെ ഉപയോഗിക്കണം, അത് ഈ സമൂഹത്തിനും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പിന്നീട് വരുന്ന ആ കാർമലിൽ നിന്ന് പഠിച്ചു ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യണം എന്നൊക്കെ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം നമ്മൾ അന്നുള്ള മീറ്റിങ്ങുകളിൽ വളരെ കൂലങ്കഷമായിട്ട് ആലോചിച്ചു, എന്താണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്നിങ്ങനെ ആലോചിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് രംഗങ്ങളിലേക്ക് ഇറങ്ങണം എന്നിങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അത് എറണാകുളം ചാപ്റ്ററിൽ നിന്ന് തുടക്കം കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മിക്കവാറും ലോകത്തിനുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ അലുമിനി മെമ്പേഴ്സ് അതിനകത്ത് മെമ്പേഴ്സാണ്. ആ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് കാരംകോ എന്നാണ്. എന്ന് പറഞ്ഞാൽ കാർമൽ അലുമിനി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയാണ്. നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ശ്രീ രാമനാഥൻ, ഇലക്ട്രിക്കലിലെ 80 ബാച്ചിലെ രാമനാഥൻ, അദ്ദേഹം
കർണാടകയിൽ ബെല്ലാരിയിൽ വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ സിവിലില് 80-ല് സിവിൽ ബാച്ചിൽ ഉണ്ടായിരുന്ന ഏലംകുന്നം എന്ന് അറിയപ്പെട്ടിരുന്ന ജോർജ് ജെ ഏലംകുന്നം. ഒരുപക്ഷെ ഏലംകുന്നത്തിനെ ആരും 80 ബാച്ചിലുള്ള ആരും മറന്നു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന, സാമാന്യം നല്ല കുസൃതിയുമായിരുന്ന ഏലംകുന്നനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു. പിന്നീട് സിവിലിൽ തന്നെ 80-ൽ ഉണ്ടായിരുന്ന മിസ്റ്റർ ദിലീപ്, അദ്ദേഹം 80 ബാച്ചിലുള്ള ദിലീപ് അത്ര വ്യക്തമായിട്ട് എന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല എങ്കിലും അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ ഈ ഒരു അവസരത്തിൽ അനുസ്മരിക്കുന്നു. CT ജോസഫ്, സന്തോഷ് കുമാർ, സിവിലിലുള്ള സന്തോഷ് കുമാർ, ജോസി മാത്യു ഇലക്ട്രിക്കൽ, അത് എനിക്ക് ഒരു പുതിയ അറിവാണ്. അതുപോലെ സിവിലിൽ ഉണ്ടായിരുന്ന ആന്റണി അലക്സാണ്ടർ, ഇത്രയും പേരൊക്കെ നമ്മുടെ ഇടയിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഒരു അവസരത്തിൽ ഈ 36 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കൂടിയപ്പോൾ അനുസ്മരിക്കുന്നു. അവരുടെ സാന്നിധ്യം ഇല്ല എന്നത് നമുക്ക് ഒരു വേദനയാണ്. എങ്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗിൽ അവരെ അനുസ്മരിക്കാൻ കഴിഞ്ഞത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നന്ദി. എന്റെ പരിശീലനെ ഡൗൺലോഡ് ചെയ്യുന്നത്, ഈ ഡൗൺലോഡ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തില് മെഷീൻ ഡ്രോയിങ് നമ്മളെ പഠിപ്പിച്ച് ബഹുമാനായ മത്തായി സാറിനെ, ബഹുമാന്യ അധ്യാപകന് മത്തായി സാറിനെ സുരേഷ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു. 2 വാക്ക് പറയുന്നത്. കുട്ടികളെ വേറൊന്നും പറയാൻ എനിക്ക് ഒരു വാക്കുമില്ല. നമ്മൾ തമ്മിലുള്ളത് സൗഹൃദം മാത്രമാണ്, അന്നും ഇന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഒത്തിരി സന്തോഷമുണ്ട്. ഒരു നിറഞ്ഞ ഹൃദയമായിട്ടാണ് നിൽക്കുക. കാരണം നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങുമ്പം അതിൽ ഉമ്മനായാലും ബാക്കി ശ്രീകുമാരെ, ഇങ്ങനെയുള്ള ചെറിയാനെ എല്ലാവരും തന്നെ ഈ കാര്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കൂടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ദിവസവും ഒരു 80 മുതൽ 80 മിനിമം ഇങ്ങനെ വായിച്ച് ക്യാൻസൽ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇപ്പം ആരുടെ മെസ്സേജ് വന്നാലും ഞാൻ ഡിലീറ്റിൽ തട്ടിപ്പോവാണ് ചെയ്യുക. എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞു വന്നത് ഈ 2 മാസം കാലമായിട്ട് നിങ്ങൾ തമ്മിൽ അതിലൂടെ ഞാനും നിങ്ങളും സംവദിച്ചതിന്റെ ആ ഒരു ബലം, ആ ബന്ധത്തിന്റെ ദാർഢ്യം അത്ര ഭയങ്കരമാണ്. ഒന്ന് നിങ്ങളെ മറ്റൊരാളായിട്ട് കാണാൻ, ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് കാണാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും നല്ല നിലയിൽ എത്തി എന്നുള്ളത്, അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ കാർമലിനെയും അതിലൊരു ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിമാനത്തിന്റെ ഏറ്റവും. ഞാനിന്നും മറ്റൊന്നിന്റെയും ഭാഗമല്ലെങ്കിൽ ശ്രീ കാർമലിന്റെ ഭാഗമാണ്. കാരണം ഞാൻ ജീവിതം ആരംഭിച്ചത് ഒരു വിഷൻ എനിക്ക് ജീവിതത്തെ പറ്റി ഉണ്ടായത് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ 17 വയസ്സ് ആവുന്നില്ല. ഇപ്പം കാർമൽ ആലപ്പുഴ പോളിടെക്നിക്കിൽ വന്നതിന് ശേഷം 56-ാമത്തെ വയസ്സ് വരെ അവിടെ ജീവിക്കുകയാണ്. കാർമലിനൊപ്പം ഒത്തിരി കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ എന്തായാലും ശരി, ഞാൻ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്നത്. എനിക്ക് അറിയാവുന്നതിനപ്പുറം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ചാരിതാർത്ഥ്യത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഭാഗത്തിന്റെ ഭാഗമായി ഞാനും ഉണ്ട് എന്നുള്ളത് എനിക്ക് കാര്യം പറയാൻ. ഒന്ന്, നമ്മളിങ്ങനെ കാർമലിന്റെ ഭാഗമാണെന്ന് ജോസഫ് പറഞ്ഞു, ചെറിയാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ബാലൻ സാറ് ജീവാത്മാവായി കേട്ടിച്ചും പിന്നെ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കാണുന്നുള്ള പരമ ലക്ഷ്യമായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ KSEBക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത കൊല്ലം ഇടുക്കിയിൽ വെള്ളം കാണുമോ ഇല്ലെന്ന് പോലും സംശയമാണ്. ഈ കഴിഞ്ഞ 32 ദിവസമായിട്ട് ഈ കൊല്ലം ഒരു നിങ്ങളുടെ ഈ ബാച്ചിൻ്റെതായിട്ട് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എല്ലാം ഞാൻ പറയുന്നു,
15 into 3, 45 connections sponsored by 7780 batch. അങ്ങനെ ഉണ്ടെങ്കിൽ ഓർഡർ ആയി കഴിഞ്ഞോ തന്നാൽ വലിയ ഉപകാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ വെറുതെ ബാലൻ സാറിനെയും ഗിൽബർട്ടിനെയും മത്തായി സാറിനെയും വെങ്കടാനന്ദ സാറിനെയും ഓരോരുത്തരെങ്കിലും ഉറച്ചു നോക്കി അതിനകത്തെങ്കിലും കാര്യമുണ്ടെന്നുള്ളത് വരും. നമ്മുടെ ആ പ്രസ്ഥാനം കൊണ്ടുപോകണമെന്ന് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആശംസയുള്ളൂ. ഞാൻ എപ്പോഴും നല്ല ഒരു തല്ലിപ്പൊളി ടൂറും അതിനുശേഷം നല്ലൊരു വളരെ ആഹ്ലാദകരമായ ഓണ അവധിക്കാലവും ഓണത്തിന്റെ സദ്യയും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനനായ പ്രിയ സ്നേഹിതൻ കോശി മക്കിനെ ക്ഷണിച്ചു. താങ്ക് യു വെരി മച്ച് സർ. ഞാൻ ഇൻട്രഡക്ഷൻ അറിയാലോ. പേര് സാം ക്രിസ്റ്റി ഡാനിയൽ. എൻ്റെ വീട് തൊടുപുഴ മുട്ടം. വൈഫ് ഈ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർഡായി. 2 കുട്ടികൾ. മൂത്ത മോള് ആൻ മിന്നു, അവളെ തൃശ്ശൂർ മണ്ണത്തിൽ കല്യാണം കഴിച്ചയച്ചിരിക്കുന്നു. വൈഫും വരാത്തോടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്. അവർ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ 6D എന്നൊരു കമ്പനിയിൽ. 2 പേരും. ഇളയ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യം ഞാൻ കൊച്ചിൻ റിഫൈനറീസിലായിരുന്നു. 27 മാസത്തോളം വർക്ക് ചെയ്തു. അവിടെ വെച്ച് 84 മാർച്ച് 8 ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൂടെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന 3 പേരും ഓൺ ദി സ്പോട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരത്ത് മരിച്ചുപോയി. ഞാൻ എങ്ങനെയാ ബൈ ചാൻസിൽ കുറച്ച് ബേൺസ് ആയിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം പോലീസിലേക്ക് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് 1984 ജൂലൈ 1 ട്രെയിനിങ് തുടങ്ങി. 2016 മെയ് മാസം 31-ാം തീയതി സർവീസിൽ റിട്ടയർഡായി. ഇപ്പോൾ IPS സെലക്ഷൻ ലിസ്റ്റിലുണ്ട്. സർവീസ് ബെനിഫിറ്റിനെ വെച്ച് തരുന്നൊരു അഡ്വാൻറ്റേജ് ആണ് അത്. കൈയടിക്കല്ലേ, കിട്ടിയിട്ട് കൈയടിച്ചാൽ മതി. 2 വർഷം ഉണ്ടായിരുന്നു, തന്നില്ല. ഈ വർഷം പ്രതീക്ഷയുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അയാളുടെ ജീവിതത്തിൽ 18 മാസത്തോളം ഞാൻ പുറത്തു നിന്ന ആളാണ്. 13/5/2008 ആലപ്പുഴ DYSP ആയിട്ട് പോസ്റ്റ് ചെയ്തതിന്റെ 7-ാം ദിവസം സസ്പെൻഷൻ ആയിട്ട് 7/8/2009 വരെ ഞാൻ സസ്പെൻഷൻ ചെയ്തു. പക്ഷെ 2010 എന്റെ എൻക്വയറി ഫുൾ എക്സോണറേഷൻ മേടിച്ച് 2011 SP ആയിട്ട് ഞാൻ പ്രൊമോഷൻ മേടിച്ചു പോകുന്നു. ആ വിവരം പത്രക്കാർ എഴുതുകയില്ല. അങ്ങനെയാണ് നമ്മുടെ മാന്യ സുഹൃത്തുക്കളുടെ പ്രത്യേകത. എവിടെയെങ്കിലും എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഗുരുഭവന്മാർ നന്നായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെയും നന്മ നേർന്നുകൊണ്ടും എനിക്ക് അവസരം തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും മൈക്ക് മാരായപ്പൻ ജോസഫ് 2 മക്കളാണ്. മോൻ വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നു. മോള് എന്റെ കൂടെ ഉണ്ട്. തലവേദന ഞാൻ പരിചയപ്പെടാം. മോള് ഒരു കുട്ടിട്ടുണ്ട്. 25-ാം തീയതി മോള് തിരിച്ചു പോകും. ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, താഴെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ കാര്യം. ഇനി അടുത്ത ഓരോരുത്തർ വേഗം പരിചയപ്പെടും. വൈഫിന്റെ പേര് ശാലിനിയും കാർമൽ സന്തതിയാണ്. 82-85 ബാച്ച്. പിന്നെ ശാലിനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ചേർത്തലയിൽ. എന്റെ മൂത്തവൻ ജയശങ്കർ TCS വർക്ക് ചെയ്യുന്നു, ഇവിടെ എറണാകുളം. അയാൾ +2 ആയിട്ടുള്ളൂ. അതാണ് എന്റെ കുടുംബം. ഞങ്ങൾ താമസിക്കുന്നത് കോവളപുരത്താണ്. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞു. ഞാൻ ജോസഫ് ഇബ്രഹാം. കാവാലം എന്നാണ് ഇവര് അറിയപ്പെടുന്നത്. കാവാലം ജോസഫ് എന്ന് പറയും. ഇലക്ട്രിക്കൽ ബാച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ കൊച്ചി റിഫൈനറിൽ ജോലി ചെയ്യുന്നു. വൈഫ് സൂസൻ. പിന്നെ 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്തയാള് ബിടെക് ട്രിവാൻഡ്രം STT പാസ്സായി. ഇപ്പോൾ സിവിൽ സർവീസിന്റെ ഒരു ചെറിയ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ആള് CET ഫൈനൽ ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാലകൃഷ്ണൻ. ഇപ്പോൾ സുഖമില്ലായിരിക്കുകയാണ്. എൻ്റെ അത്ര കുഴപ്പമൊന്നുമില്ല. പകുതി നല്ലതായിട്ടിരിക്കുക. ഇതെൻ്റെ വൈഫ് രാജശ്രീ, എൻ്റെ മോള് കീർത്തി, മോൻ ഇപ്പൊ PSC തന്നെ. ഇത് 4 കൊല്ലം കൂടെ ഉണ്ട്. നമ്മളത് കാരണം വയസ്സായില്ല. ചിലരൊക്കെ ഇവിടെ വയസ്സായി റിട്ടയർഡായി, കിളവന്മാരായി. മിക്കവരും കിളവന്മാരെ. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ചെറുപ്പ.
ഇനി 4 കൊല്ലമുള്ളതാണ്, റിട്ടയർഡ് ആകാത്തതാണ്. ഞാൻ ഈ വയസ്സന്മാരുടെ കൂടെ വന്നിരുന്ന് ചെറുപ്പക്കാരുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ മനസ്സ് ചെറുപ്പമായത് കാരണം ഞാൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ പേര് കുര്യൻ. ഞാൻ കാർമലിൽ പഠിച്ച് കാർമലിൽ തന്നെ അധ്യാപകനായി 2015 മാർച്ച് 31 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ തുടക്കത്തിൽ നിങ്ങളോടൊരു ക്ഷമാപണം നടത്തുകയാണ്. എന്റെ മോളുടെ കല്യാണം ഇന്നലെയായിരുന്നു. കുറെ പേരെയൊക്കെ ഞാൻ അറിയിച്ചു. ഈ ഗ്രൂപ്പിൽ ഞാൻ അത്ര സജീവമല്ലായിരുന്നുകൊണ്ട് എല്ലാവരെയും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കുറെ പേരെയൊക്കെ അറിയിച്ചു, കുറെ പേരൊക്കെ വന്നു. എല്ലാവർക്കും നന്ദി. അറിയിക്കാൻ സാധിക്കാത്തതിൽ എന്നോട് ക്ഷമിക്കുക. ഇത് എൻ്റെ മോനാണ്. ഞാനും മോനും മാത്രമേ വന്നിട്ടുള്ളൂ. ഇവൻ അടൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് തേർഡ് ഇയർ പഠിക്കുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കല്യാണത്തിന്റെ തിരക്കിൽ മോള് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. ഇന്നലെ അങ്ങോട്ട് ആക്കിയിട്ട് പോന്നു. മറ്റോ രണ്ടുപേരും വളരെ ടയർഡാണ്. ഇടയൊരു മോളുണ്ട്. അവിടെ നമ്മുടെ കാർമലിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഇവനും കാർമലിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ബിടെക്കിന് പോയത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ മോള് കാർമലിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ മൊത്തം ഞങ്ങളൊരു കാർമൽ കുടുംബമാണ്. കാരണം കാർമൽ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ പ്രതികരിക്കുന്നത് അത് മാത്രമല്ല, എന്റെ മരുമോൻ അലൂമിനിയാണ്. എന്റെ സ്റ്റുഡന്റും കൂടി ആയിരുന്നു. ഇപ്പം സാധാരണ റെയിൽവേയിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ശശികുമാർ. ഞാൻ 80 സിവിൽ ബാച്ച് കാർമലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. പ്രൗഢഗംഭീരവും കാര്യമാത്ര പ്രസക്തവുമായി CA സംസാരിച്ചു. വളരെ വിശാലമായി മത്തായി സാർ സംസാരിച്ചു. വെങ്കടാചലൻ സാറും നമ്മെ നന്നായിട്ട് പഴയ കാര്യങ്ങളും പുതുകാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ഇത്രയേറെ ആളുകൾ വളരെ ദീർഘമായിട്ട് സമയമെടുത്തുകൊണ്ട് ഞാൻ അധികം സമയമെടുക്കാതെ സുന്ദരിമാരും സുന്ദരന്മാരുമായ ഈ യുവകോമന്മാരെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഒന്ന് പറയട്ടെ. എന്റെ വൈഫ് സീത എന്നറിയപ്പെടും. പക്ഷെ ജയലക്ഷ്മി എന്നാണ് ഞാൻ പറയുന്ന കാര്യം. സീത എന്ന് പറയാൻ ഞാൻ രാമനായി പോകും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകളുടെ പേര് ദേവു. ദേവുവിന്റെ വിവാഹം കഴിഞ്ഞു 1.5 വർഷമായി. ദേവു MBBS അമൃതയിൽ ചെയ്തു. MD ലണ്ടനിൽ ചെയ്യുന്നു. രണ്ടാമത്തത് എന്റെ മകനാണ് സച്ചിൻ MBA ലണ്ടനിൽ ചെയ്യുന്നു. എന്റെ മരുമകൻ റിസർച്ച് ചെയ്യുന്നു. 3 പേരും ലണ്ടനിൽ തന്നെയാണ്. ഞങ്ങള് ഗൾഫും നാട്ടുമായിട്ട് ഇങ്ങനെ ഷണ്ട് ചെയ്ത് കഴിയുന്നു. ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം നീങ്ങിപ്പോകുന്നു. ഞാനും ഡിഗ്രി ചെയ്തു, PG ചെയ്തു, MBA ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ചെറിയ ഡോക്ടറേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. മീറ്റിംഗ് നടത്താനും അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഈ ബാച്ച്മേറ്റ്സ് കാണിച്ച ആത്മാർത്ഥമായ സഹകരണം. അതായത് ലാലുവൊക്കെ ഇന്നലെ മദ്രാസിൽ നിന്ന് നെടുമ്പാശ്ശേരി വരുന്നു. ഈ മീറ്റിംഗ് പങ്കെടുക്കണമെന്ന് മാത്രമുള്ള ആഗ്രഹം കൊണ്ട് ബാലകൃഷ്ണപിള്ളയാണെന്ന് വീട്ടിൽ സുഖമില്ലാതിരിക്കുന്ന അദ്ദേഹം ഇന്നലെ തന്നെ വന്ന് ഗ്രഹത്തിൽ താമസിക്കുകയും നമ്മളോടൊപ്പം പങ്കുചേർന്ന്, അതായത് ഇവിടം വരെ വന്ന് ഇരുന്നതിന്റെ വിഷമം അദ്ദേഹത്തിനെ അറിയുള്ളൂ. കോശി മാത്യു കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നു. പിന്നെ ശശികുമാർ ഇപ്പൊ പറഞ്ഞത്, പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് വന്ന് ഇറങ്ങിയത്. ഇതുവരെയായിട്ടും ഉറങ്ങിയിട്ടില്ല എന്നുള്ള സത്യമാണ്. അദ്ദേഹം ഈ മീറ്റിംഗിൽ ഇത്രയും ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നുമല്ലാതായി തീരുന്ന ഒരു നിമിഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കണ്ടതിലും സന്തോഷിക്കുന്നു. ഞാൻ ഈ 80 ബാച്ച് പാസ്സായി കഴിഞ്ഞിട്ട് OEN ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. അങ്ങനെ 1983 ഞാൻ വിവാഹിതനായി. കാരണം നിങ്ങളെക്കാട്ടിലും ഒക്കെ നേരത്തെ വിവാഹം കഴിച്ചതിന്റെ എന്റെ കുറ്റം കൊണ്ടല്ല. എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. ഒരു മോള് വന്നു കിട്ടണമെന്നൊരു ആഗ്രഹം ഒന്നെന്നാ പറയുന്നത്. പക്ഷെ എന്റെ സംശയം അതല്ല. OEN മുഴുവൻ പെണ്ണുങ്ങളാണ് ജോലി ചെയ്യുന്നത്. ഏതെങ്കിലും പിടിച്ചുകൊണ്ട് വരുമോന്ന് പേടിച്ചായിരിക്കാം. ഏതായാലും കൺഫർമേഷൻ ആകുന്നതുകൊണ്ട് വിവാഹിതനായി. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് ടീനു. അവള് MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് കുവൈറ്റില് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇപ്പം റിസൈൻ ചെയ്ത് വേറൊരു ജോലിക്കായി ശ്രമിക്കുന്നു. അവളുടെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ വെൺമണി എന്ന ദേശത്താണ്. രണ്ടാമത്തെ മോള് ഗീത സൂസൻ ജേക്കബ്. അവള് MBA കഴിഞ്ഞിട്ട് അവളുടെ വിവാഹവും കഴിഞ്ഞു. അവരിപ്പോൾ മസ്കറ്റില് ഒരു ഫേമിൽ ജോലി ചെയ്യുന്നു. മോനും അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ HR മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ, എൻ്റെ ഭാര്യ,
ഞങ്ങൾ 2 ആഴ്ച മുമ്പാണ് ഇവിടെ വന്നത്. ഞാൻ OEN-ൽ നിന്ന് 2002 ദുബായിൽ പോയി. ദുബായിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഈ ലീവിന് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീകുമാറും കൂട്ടരും കൂടെ സംഘടിപ്പിച്ച ഒരു പ്രത്യേക എന്താ പറയുക ഒരു എഫേർട്ടാണ് ഈ മീറ്റിങ്ങിന്റെ പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഞങ്ങൾ രണ്ടുപേരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. എൻ്റെ ഭാര്യ ശൈല. ഞങ്ങൾ 21-ാം തീയതി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.